ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. അതിനകത്ത് നിങ്ങളൊരു വാക്ക് കണ്ടോ? ബുദ്ധിഹീനർ. എന്നാണ്? ബുദ്ധിഹീനർ. ബുദ്ധിയില്ലാത്തവരോ? ബുദ്ധിയില്ലാത്തവര് എങ്ങനെയാ മരണയോഗ്യരായത്? മനസ്സിലാക്കണം. അറിയേണ്ട കാര്യം അറിയാതിരിക്കുന്നവരെയാണ് ഈ ബുദ്ധിഹീനരെന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയേണ്ട കാര്യം അറിയാതിരിക്കുന്നു. നിന്റെ വിളി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിന്നെ എവിടെ ആക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. നിന്റെ ശുശ്രൂഷ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ മാത്രം കണ്ണടച്ച് പ്രസംഗിച്ചാൽ മതി. ബാക്കി എല്ലാവരും കണ്ണു തുറന്നിരുന്നേ. എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നു പിടിച്ചേക്കും. ആമേൻ. അപ്പം നാം എന്താണ്, നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് ബുദ്ധിഹീനർ. അവരെ ദൈവം അടിക്കുമെന്നല്ല പറഞ്ഞേക്കുന്ന, അവർ മരണയോഗ്യരെന്നാ പറഞ്ഞ. വളരെ സീരിയസ് ആയി മനസ്സിലാക്കേണ്ടവരാ. അറിയുക എന്നൊരു പദത്തിന് പുതിയ നിയമ വിശ്വാസികളുടെ ലൈഫിനകത്ത് ഒരുപാട് പ്രാധാന്യതയുണ്ട്. ഒരുപാട് പ്രാധാന്യത. ദൈവഹിതം ഇന്നതെന്ന് അറിഞ്ഞ്, ആമേൻ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിഞ്ഞ്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് വിളി അറിയണം. നിങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ അറിയണം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചും, നിങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിനെ കുറിച്ചും, മരിച്ച കർത്താവ് നിങ്ങളിൽ ഇപ്പോൾ എങ്ങനെയാണെന്നതിനെ കുറിച്ചും നന്നായി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ അടിസ്ഥാനപ്പെട്ട സ്ഥലത്ത് ഏറ്റവും നന്നായി വളരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രബോധനം നിങ്ങൾക്ക് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ബുദ്ധിയുള്ളൊരു മനുഷ്യനെ പോലെ പണിയാൻ, സ്വന്തം ജീവിതത്തെ പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ആത്മാവിൻ്റെ കരുതലിനകത്ത് കരുതാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹം പുലർത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. കരങ്ങൾ അടിച്ച് നല്ല പ്രബോധത്തിനായിട്ട് ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ച് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഈ ദാവീദ് തന്നെ ഞാനന്ന് മെസ്സേജിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളെന്ന് ഒരുക്കിക്കൊണ്ട് വരാനായിട്ട് ഒരുങ്ങുകയാണ്. ദാവീദ് തന്നെ വനാന്തരങ്ങളിൽ ഇരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും. സോ ദാവീദ് ആരോട് പറഞ്ഞെന്നാണ്? മാനോട് പറഞ്ഞെന്നാണോ? പുലിയോട് പറഞ്ഞെന്നാണോ? അല്ല, നമ്മളൊക്കെ, ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോട് ആണ് സംസാരിക്കുന്നത്. ദാവീദ് തന്നെ പറയാണ്, നീ മറന്നു പോകാതെ നിന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം തന്നെ അഭിപ്രായപ്പെട്ട ഒരാളാണ് ദാവീദ്. പരിശോധിച്ചാൽ ഒരു കുലപാതക അനുഭവത്തിലേക്ക് തൻ്റെ ജീവിതം, തൻ്റെ ഏറ്റവും നല്ല യോദ്ധാവാകുന്ന ഊരിയാവിനെ കൊല്ലുന്നതിന് കാരണമാകുന്ന രീതിയിൽ ദാവീദിന്റെ മനസ്സ് കലർപ്പായി പോയിട്ടുണ്ട്. അവന്റെ ഭാര്യയെ മോഹിക്കുന്ന രീതിയിലേക്ക് തൻ്റെ മനസ്സ് കലർപ്പായി പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരുവനെ കുറിച്ച് എങ്ങനെയാണ് കർത്താവേ ദാവീദിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് എഴുതിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരിക്കലും നാഥാൻ പ്രവാചകൻ എഴുന്നേറ്റ് വന്ന് തൻ്റെ തെറ്റ് മോഹങ്ങളിൽ തൻ്റെ അകത്ത് ജനിക്കപ്പെട്ട ദുഷിച്ച ചിന്തകൾ കരുതി വരുത്തിക്കൊണ്ട് ദൈവം ആ മനുഷ്യനോട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ആ മനുഷ്യൻ നീയാണ്, ആ തെറ്റ് ചെയ്തവൻ നീയാണ്. പ്രസംഗമായി പറഞ്ഞ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. ഒരു കഥ പോലെ താൻ ചെയ്ത കുറ്റം മറ്റൊരാൾ ചെയ്തതായി, തൻ്റെ രാജ്യത്തെ ഒരു ഭടൻ ചെയ്തതായി, ഒരു ഭൃത്യൻ ഒരു മനുഷ്യൻ ചെയ്തതായി അവതരിപ്പിക്കുമ്പോൾ
തനിക്ക് വളരെയധികം ദേഷ്യം പൂണ്ട് അപ്പോൾ തന്നെ ആ മനുഷ്യനെ കൊന്നുകളയണമെന്നുള്ള ആഗ്രഹബോധത്തോടെ ആരാണ് ആ മനുഷ്യനെന്ന് ചോദിക്കുമ്പോൾ ഒട്ടും സംശയിക്കാതെ നാഥാൻ എന്ന പ്രവാചകൻ ദാവീദിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി പറഞ്ഞു, നീ തന്നെയാണ് ആ മനുഷ്യൻ. ഒറ്റ ചൂണ്ടിക്കാണിച്ചതിൽ തൻ്റെ മനസ്സ് കീഴ്പ്പെട്ട് ദൈവസന്നിധിയിൽ കേണപേക്ഷിച്ച് ദൈവത്തോടും ഹല്ലേലൂയ ക്ഷമ ചോദിക്കുന്ന ഒരു ദാവീദിനെ കാണുമ്പോൾ എനിക്കറിയാം അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? തെറ്റ് സംഭവിച്ചെങ്കിലും തെറ്റിൽ തുടരാതെ ദൈവത്തോട് തിരിയാനുള്ളൊരു മനസ്സ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഒരു ദേശം മുഴുവൻ പാപരഹത്തിൽ കടന്ന് മുങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രവാചകനെ ആ ദേശത്തിൻ്റെ ന്യായവിധിക്കായി ദൂതുമായി അയക്കുന്നു. ഹല്ലേലൂയ. അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാത്ത പ്രവാചകനെ കൃത്യമായി ദൈവം തള്ളി. അത് ഹല്ലേലൂയ കടലിലെ ഏറ്റവും വലിയ മത്സ്യമാകുന്ന തിമിംഗലത്തിനെ കൊണ്ട് അക്കരെ കടത്തി അവനെ കൊണ്ട് പ്രബോധിപ്പിച്ച ഒരു ജനത്തെ തിരിച്ചു പിടിച്ചൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും കർത്താവിനെ എങ്ങനെ പിടിക്കണം? ഹല്ലേലൂയ. ആമേൻ. ഒന്ന് പറഞ്ഞു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് മര്യാദയ്ക്ക് നന്നായി നിന്നാൽ, മര്യാദയ്ക്ക് ആരാധനയ്ക്ക് വന്നാൽ, മര്യാദയ്ക്ക് വന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ ആത്മാവിൽ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയല്ല, അറിയാതെ ഇങ്ങനെ പറയാണ്. ആമേൻ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആ പ്രവാചകൻ, എത്ര പേരെൻ്റെ കൂടെയുണ്ട്? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആ പ്രവാചകൻ ആ ജനത്തോട് പറഞ്ഞു, ഒരെണ്ണം രക്ഷപ്പെടത്തില്ല, ആ ന്യായവിധിക്കകത്തെല്ലാം പെട്ടുപോകും. ഹല്ലേലൂയ. എങ്കിലും ആ ദൈവശബ്ദം കേട്ടപ്പോൾ മൃഗങ്ങൾ വരെ ഉപവാസത്തിൽ രട്ടുടുത്തിരുന്നു കൊണ്ട് ദൈവത്തോട് പാപക്ഷമ ചോദിക്കുമ്പോൾ ആ ക്ഷമ ദൈവം കേൾക്കുകയും മനസ്സലിഞ്ഞവരെ രക്ഷയിലേക്ക് നടത്തുകയും ചെയ്തു. മാറി ഒരു 2 കണ്ണുകൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാണ് ഇവരെ ശിക്ഷിക്കുന്നത്? ദൈവശബ്ദം കേട്ടവനാണ്. ഹല്ലേലൂയ. ആ ദൈവ ശബ്ദത്തിനനുസരണമായി ആ ജനത്തെ കൊന്നുകളയുന്ന ശിക്ഷാവിധി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു പുഴുവിനെ അയച്ചുകൊണ്ട് വീണ്ടും അവനോട് സംസാരിക്കുക. ദൈവത്തിന്റെ ഹൃദയം മനസ്സലിവുള്ള ഹൃദയമാണ്. ഹല്ലേലൂയ. എന്നോട് ആര് മനസ്സലിഞ്ഞ് തിരിയുന്നുവോ, പാപക്ഷമ ചോദിച്ച് മടങ്ങി വരുന്നുവോ, അവനെ ദൈവം വീണ്ടും ഉപയോഗിക്കും. നല്ലൊരു ആമേൻ പറഞ്ഞാണ്ട്, നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എവിടെയാണോ പിന്മാറ്റത്തിൽ പോയത്, എവിടെയാണോ നീ മാറി നിന്നത്, അവിടേക്ക് നീ മടങ്ങി വന്നാൽ നിന്റെ മേലുള്ള നിയോഗത്തെ പുതുക്കിപ്പണിയാൻ ആ ദൈവത്തിന് വീണ്ടും പദ്ധതിയുണ്ട്. ആമേൻ. പുതിയ അടിസ്ഥാനങ്ങൾ ആത്മാവിൽ ഇടാൻ ക്രിസ്തുവിൽ അപ്പോസ്തലന്മാർ ഇട്ട അടിസ്ഥാനങ്ങൾക്കകത്ത് വീണ്ടും നിന്റെ സഭയെ പണിയാൻ ഒരു നിയോഗമായി ഈ ദൂതിനെ കൈക്കൊള്ളുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തെറ്റ് സംഭവിച്ചു എന്നുള്ളതല്ല, തിരികെ വരാനുള്ള മനസ്സാണ്. ഹല്ലേലൂയ. യൂദാ ചെയ്തതും പത്രോസ് ചെയ്തതും ഒരുപോലെയുള്ള തെറ്റായി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ തന്നെയാണ് ഹല്ലേലൂയ തൻ്റെ ആ സമൂഹത്തിനകത്തെ സാമ്രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും മുമ്പിൽ യൂദാ തള്ളിപ്പറഞ്ഞത്. പക്ഷെ തിരുത്താനുള്ള ഹൃദയം പത്രോസിന് ലഭിച്ചതുപോലെ ഹല്ലേലൂയ യൂദയ്ക്ക് ലഭിക്കാതെ പോയി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു, തിരിയുക. ചിലരോട് ആത്മാവിൽ നിന്റെ നിയോഗത്തിലേക്ക്, ദർശനത്തിലേക്ക്, ദൈവ പ്ലാനിലേക്ക്, ദൈവ പദ്ധതിയിലേക്ക്, ദൈവീയ ഹിതത്തിനകത്തേക്ക് തിരിയാൻ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. വ്യക്തിപരമായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം. എവിടെയാണ് നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ എവിടെയാണ് നിങ്ങളുടെ ജീവിതം കുറവ് സംഭവിച്ചത്? അവിടെ പരിഹരിച്ചാൽ ദൈവം ഒരു പുതിയ എഴുന്നേൽപ്പ് നിങ്ങൾക്ക് നൽകും. ആ കർത്താവ് പുതുതായി നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കും. ചില മാസങ്ങൾക്ക് പിറകിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച ഒരു ആത്മദൂത് വായിൽ വരുന്നത് കൊണ്ട് ഞാൻ ഒന്ന് ആത്മാവിൽ പറയാൻ തയ്യാറാകട്ടെ. ഒരു വൃക്ഷം വെട്ടിയാലും അതിനൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. ഒരു വൃക്ഷം വെട്ടിയാലും അതിന് ഒരു ഹല്ലേലൂയ. അങ്ങനെയാണ് അതിനെ ദൈവം മെനഞ്ഞിരിക്കുന്നത്. വെള്ളം വരുമെന്നല്ല, വെള്ളത്തിൻ്റെ ഗന്ധം ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ ഗന്ധം അടിച്ചാൽ അത് പൊട്ടിക്കിളർക്കും.
ഇന്ന് പകല് ചിലത് കിളിർക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൽ പ്രബോധിക്കുന്നു. കിളിർക്കാത്തത് പലരും ആത്മാവിൽ കിളിർക്കുന്ന ഒരാത്മീയ അനുഭവം നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ആമേൻ. ദാവീദിന്റെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കാനും ദാവീദിന്റെ മനസ്സിനോട്, തന്റെ ഹൃദയത്തോട് ആത്മാവിൽ പ്രബോധിപ്പിക്കാനും ഉള്ളൊരു മനസ്സുള്ളവനായിരുന്നു. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് BBS പഠിച്ച കാര്യമാണ് ചില കാര്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. പ്രധാനപ്പെട്ട 4 കാര്യം, 1-2 കാര്യം ഞാൻ പറയാം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിനായി ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ടാണ് ദൈവ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ ആഗ്രഹിച്ചവൻ. ദൈവം പറഞ്ഞിട്ടാണോ എന്നത് എനിക്കറിയില്ല, പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന്. ഇന്ന് പകല് നിങ്ങൾ തിരിച്ചറിയാ, യു ആർ ദ ടെമ്പിൾ. നീയാണ് ആലയം. ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ ദൈവം ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നിയോഗമുള്ളതോ ആയ ആലയം നീയാണ്. നിത്യ പദ്ധതിക്ക് പിറകിൽ ഹല്ലേലൂയ ദൈവം നിന്നെ കുറിച്ച് പ്ലാനിട്ടിരുന്നു. ഹല്ലേലൂയ. ആ ആലയം നീയാകണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ പ്രബദ്ധമായ വളരെ ശക്തമായ ദേവാലയങ്ങൾ ഉയർന്നു പൊങ്ങി നിൽക്കുമ്പോഴും ദൈവം ആഗ്രഹിച്ചത് അതിനകത്ത് വസിക്കാനല്ല, ബലഹീനമായ നിന്റെ അകത്ത് വസിക്കാനാണ്. ഹല്ലേലൂയ. നിന്നെ ഏറ്റവും വലിയ മഹിമയാക്കി മാറ്റാൻ, ഏറ്റവും കറപ്റ്റായി പോയ മനുഷ്യനെ ഏറ്റവും മഹത്വമുള്ളവനാക്കി മാറ്റാൻ ദൈവം പദ്ധതി ചെയ്തുകൊണ്ട് എനിക്ക് ദൈവത്തിന് വസിക്കേണ്ട ഹൃദയം നിങ്ങളാകൊണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, നീയാണ് ആ ചർച്ച്. ആമേൻ, ഹല്ലേലൂയ. നീയാണ് ആ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിനായി ഒരു ദേശം പണിയണം, ഒരു ഹല്ലേലൂയ ഒരു നഗരം പണിയണമെന്നുള്ള ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ദൈവഹിത പ്രകാരമുള്ള മനുഷ്യൻ. ഇന്ന് പകൽ ചിലത് പണിയാനുള്ള ആഗ്രഹമുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദേശം ദൈവത്തിൻ്റെതാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തിനകത്ത് ദൈവം വാഴുന്നവനായി, ദൈവം റൂൾ ചെയ്യുന്ന കുടുംബങ്ങളും ഹല്ലേലൂയ വ്യക്തികളുമായി തീരണം. യഥാർത്ഥ മന്ദിരമായി നിങ്ങളുടെ ദേശത്തിലുള്ളവർ മാറണമെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണവും യേശു കർത്താവിനായിരിക്കണം. കരമുയർത്തി ആത്മാവിൽ പറ, യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്ന നാളുകളിൽ വിളിച്ചു പറഞ്ഞ അതേ വാക്ക്, എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും. ആമേൻ. എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു സമയമുണ്ട്. മുണ്ടക്കയത്തിനോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ മുട്ടും മുടങ്ങാൻ ഹല്ലേലൂയ പര്യാപ്തമായ നേതാവാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. ഇന്ന് പകൽ അവനെ നമുക്ക് നമസ്കരിക്കാൻ, ആരാധിക്കാനുള്ള വക അവൻ മുൻപേ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇത് മുഴുവൻ നമ്മുടെ മുമ്പിൽ കീഴടങ്ങും. യേശുവിന്റെ ശക്തിയുടെ മുമ്പിൽ കീഴടങ്ങും. ആമേൻ, ഹല്ലേലൂയ. മറ്റൊരാഗ്രഹമാണ് ദാവീദിന്റെ. ഹല്ലേലൂയ. ഇതൊരു പ്രസംഗമായിട്ട് പറഞ്ഞാൽ അത് ഓടിയാന്, പക്ഷെ ഞാനത് ഒരു മുഖവരയായി പറഞ്ഞു നിർത്തുകയാണ്. തനിക്ക് മുമ്പായി ഹല്ലേലൂയ ദൈവം മനുഷ്യന്റെ ജനത്തിന്റെ ആഗ്രഹപ്രകാരം ആ രാജ്യത്തിന്റെ രാജാവായി പ്രതിഷ്ഠിച്ച ശൗലെന്ന ഫാമിലി തകർന്നു പോകുവാനിടയായി തീർന്നു. ആ തകർച്ച അനുഭവിക്കുന്ന ഫാമിലിക്കകത്ത് നിന്ന് ഒരുവനെ എൻ്റെ കൂടെ നിർത്തണം. ആമേൻ, ഹല്ലേലൂയ. ഒരുവനെ എൻ്റെ രാജധാനിക്കകത്ത് വളർത്തണം. എന്നെ ആഗ്രഹമാണ് ജീവിതത്തിന്റെ നല്ല പങ്ക് തന്നെ കൊല്ലാൻ തക്കം പാർത്ത് നിന്ന ശൗലിന്റെ ഫാമിലിക്കകത്ത് നിന്ന് ഒരുവൻ എൻ്റെ രാജധാനിക്കകത്ത്. ഇതൊരു പ്രവചനദൂതായി ശ്രദ്ധിക്കുക. നിനക്ക് വിരോധമായി സഞ്ചരിച്ചവരും, നിനക്ക് വിരോധമായി കെണിയൊരുക്കിയവരും, നിനക്ക് വിരോധമായി കരുക്കൾ ചെയ്തവരുടെയും തലമുറകൾ ഇതിനകത്ത് ആരാധിക്കാൻ ഹല്ലേലൂയ കുന്തം ഉപയോഗിച്ചുകൊണ്ട് പലതവണ ദാവീദിനെ കൊല്ലാൻ ഒരുങ്ങിയ ശൗലിന്റെ ഫാമിലിക്കകത്ത് തളർന്നു പോയവനെ ആത്മാവിൽ ബലപ്പെടുത്തി രാജധാനിക്കകത്ത് തൻ്റെ ഊണുമേശയുടെ അടുത്ത് ഇരുത്തിയ ഒരു ദൈവമുണ്ട്. ഇതൊരു മാന്യതയാണ്. അങ്ങനെയുള്ളൊരു മനസ്സായിരുന്നു ദാവീദിന്റെ മനസ്സ്. അതുകൊണ്ടാണ് ദൈവഹിതപ്രകാരമുള്ള ഒരു മനസ്സ് ദാവീദിനുണ്ടായിരുന്നു എന്ന് പറയുന്നത്.
ദാവീദിന്റെ മനസ്സിനെ പറ്റി നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് പുതിയ നിയമത്തിൽ അത് നിങ്ങളുടെ മനസ്സായി വരട്ടെ. ദാവീദ് അന്ന് ആഗ്രഹിച്ച ദേവാലയം നിങ്ങളായി മാറിയത് കൊണ്ട് ദാവീദിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പുതിയ നിയമ വിശ്വാസിയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. അല്പം കൂടെ ഒന്ന് ഇറങ്ങിയ ആ വിഷയത്തിൽ ഒന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ മനസ്സെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ, 3 തലങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് കേൾക്കണേ. 3 തലങ്ങളുണ്ട്. ഇത് ഇന്ന് സൗഖ്യമായാൽ പല കാര്യങ്ങൾക്കൊക്കെ വിടുതലുണ്ട്. 3 തലങ്ങളുണ്ട്. ഒന്ന് ചിന്തയാണ്, ചിന്തിക്കാനുള്ള തലം. ആമേൻ. ഞാനിത് പ്ലാൻ ചെയ്തിട്ട് പറയല്ല, വന്നതുകൊണ്ട് അങ്ങ് പറയാ. ഹല്ലേലൂയ. ചിന്തകൾ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഇനി ഭൂമിയിലുള്ളതൊന്നും നീ ചിന്തിക്കണ്ട, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. എവിടെയാണെന്ന ബൈബിളില കൊലോസി ലേഖനം 3-ാം അധ്യായം 1-ാം അധ്യായം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ദൈവത്തോടു കൂടെ സ്വർഗത്തിലായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഹല്ലേലൂയ ഉയരത്തിലുള്ളത്, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാകയാൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല. ഉയരത്തിലുള്ളവൻ നിങ്ങളുടെ അകത്ത് വന്നതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ഉയരത്തിലുള്ള ചിന്ത വേണം. ആമേൻ. ഈ ബൈബിളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവീയ നിലവാരത്തിൽ. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ബൈബിൾ എഴുതിയത് ദൈവ നിലവാരത്തിലാണ്. പക്ഷെ മനുഷ്യൻ ഇതിനെ ചിന്തിക്കുന്നതും മനസ്സിനകത്തുനിന്നും മനുഷ്യന്റെ നിലവാരത്തിലേക്കാണ്. ഹല്ലേലൂയ. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ആവാൻ പാടില്ല. ഇതിനെ ദൈവികമായും ദൈവീയ നിലവാരത്തിൽ മനസ്സിലാക്കുന്നവൻ ഉയർത്തപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഇതുവരെ ചെറുതാക്കി കണ്ടവർ നിങ്ങളുടെ മനസ്സിനെ വലുതാക്കി, ദൈവത്തോളം വലുതാക്കി, ഈ വചനത്തെയും ദൈവം എനിക്ക് തന്ന ജീവിതത്തെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായി ഉയർത്തപ്പെട്ടിരിക്കും. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ഉയർന്ന ചിന്താഗതി ഉണ്ടായിരിക്കണം. ഞാൻ ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കുന്നു, എല്ലാ രീതിയിലും ഉയർന്ന ചിന്താഗതി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ ജോലിയാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, വ്യക്തിബന്ധങ്ങളാകട്ടെ, ഉയർന്ന രീതിയിൽ ദൈവം അപ്ഡേറ്റ് ചെയ്യട്ടെ. ഹൃദയം കൊണ്ട് പിടിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൂതിനെ ഒന്ന് സ്വീകരിച്ചു. ഹല്ലേലൂയ. ഉയർന്ന ബന്ധങ്ങൾ, ഉയർന്ന സാധ്യതകൾ, ഉയർന്ന നിലവാരങ്ങൾ, ഉയർന്ന ബിൽഡിങ്ങുകൾ, ഉയർന്നത് ദൈവം നിങ്ങൾക്കായി ഒരുക്കട്ടെ. ദൈവം നൽകിയതെല്ലാം ഉയർന്ന മേഖലയില്ല. ഹല്ലേലൂയ. പണി താഴേന്നാണെങ്കിലും ഉയർന്നതാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്ത ക്ലിയർ ആയിരിക്കണം. സാത്താൻ എന്നാണോ മനുഷ്യനെ കലക്കിയത്, അന്ന് മുതൽ മനുഷ്യന്റെ ചിന്തകൾ വരെ തെറ്റിപ്പോയി. ഒന്നാമത്തെ തെറ്റ് ദൈവവുമായുള്ള വലിയ അകൽച്ചയാണ്. ആരാണ് ആ ദൈവം? ആ ദൈവം എനിക്കുമായുള്ള ബന്ധം എന്താണെന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തേടി ഇറങ്ങി വന്നതാണ് കാൽവറി കുരിശിൽ ദിവ്യമായി വെളിപ്പെട്ട സ്നേഹം. അവൻ അവിടെ വന്നിട്ട് തിരികെ പോയെന്നല്ല, മറിച്ച് അവൻ നമ്മുടെ ഉള്ളിൽ വന്നു. കഴിഞ്ഞ ദിവസം ചെറിയൊരു സമയം വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ധ്യാനത്തിനകത്ത് തന്നൊരു ഭാഗമുണ്ട്. 40 നാളോളം യേശുക്രിസ്തു ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തെളിയിച്ചു. അങ്ങനെ ചെറിയ വാക്യത്തിൽ എഴുതിയ ഒരനുഭവം ബൈബിളിൽ കിടപ്പുണ്ട്. തൻ്റെ കൂടെ നടത്തി 70, 12 പല രീതിയിൽ കൂടെ നിർത്തി പഠിപ്പിച്ചവർ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ, മരിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അവരവരുടെ പഴയ പരിപാടിയിലേക്ക് തിരികെ പോയപ്പോൾ, മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ദെമ്മൂസിലേക്ക് നടക്കുന്നവർ കൂടെ നടന്നു. നിങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നു, ആരെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ലേ യെരൂശലേമിൽ ഒരു നായകനുണ്ടായിരുന്നു, അവനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ, അവനെ ഇവർ കൊന്നു എന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് ആ വചനത്തിൽ നിന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ആ മനുഷ്യൻ അദർശ്യനായി അറിയാത്ത മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, അവൻ നിങ്ങൾക്കറിയത്തില്ല, അവൻ മരിക്കാൻ വേണ്ടി ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ കുറിച്ച് ആ മനുഷ്യൻ യഥാർത്ഥ വെളിപ്പാട് കൊടുത്തു. അവൻ വെളിപ്പെട്ടപ്പോൾ അവർ ഉള്ളം കത്തി എന്ന് വചനം പറയുന്നു. വചനം കൃത്യമായി വെളിപ്പെടുന്നു. അത് മറ്റാരുമല്ല, ആ മരിച്ച, ആ ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു തന്നെ. പിന്മാറിപ്പോയവരുടെ നടുവിൽ അദർശ്യനായി ഇറങ്ങി വന്നിട്ട് താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന അറ്റംപ്റ്റുകളെ ഈ പകല് പരിശോധിച്ചാൽ, എവിടെയൊക്കെ നീ പിന്മാറിയെങ്കിൽ ഇന്ന് പകല് നീ പിന്മാറിയ അവിടുത്തെ നിന്ന് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരിക. ഹല്ലേലൂയ. ഉയരത്തിലെ ചിന്തകളാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അപ്ഡേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ മനസ്സിന്റെ ഒരു ഭാഗം
ഇമോഷൻ എന്ന ഭാഗമാണ്. ഇമോഷൻ വികാരങ്ങൾ ഇതെന്ന് പറയണമെന്ന് വെച്ചൊന്നല്ല, വന്നുകൊണ്ട് അങ്ങ് പറയാണ് വികാരങ്ങൾ എന്ന് പറയുന്ന വിഷയം. ഹല്ലേലൂയ. വികാരങ്ങൾ എന്നാണോ മനുഷ്യന്റെ മേൽ സാത്താന്റെ പദ്ധതി തുടങ്ങാൻ മനുഷ്യൻ അനുവദിച്ച് അന്ന് മുതൽ വികാരങ്ങൾ മുഴുവൻ അറിപ്പോയി, ദുഷിച്ചവായി. ദൈവം മനുഷ്യന് കൊടുത്ത ദിവ്യമായ വികാരങ്ങളാണ്. ദൈവവുമായി ബന്ധത്തിൽ, കുടുംബവുമായി ബന്ധത്തിൽ, കൂട്ടുകാരനോടുള്ള ബന്ധത്തിൽ, സഹപാഠിയോടുള്ള ബന്ധത്തിൽ ഒരു ദിവ്യമായ സ്നേഹത്തിന്റെ വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെ കലർപ്പാക്കി കളഞ്ഞ സൈറ്റനിക് ഇടപാടുകൾ ഇന്നും ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പലരുടെ അകത്ത് കിടക്കുകയാണ്. ഇമോഷൻ മേഖലകൾ ക്ലിയർ ആകണം. ചിന്ത ശരിയായാലേ ഉള്ളൂ ഇമോഷൻ ക്ലിയർ ആവുള്ളൂ, വികാരങ്ങൾ ക്ലിയർ ആകുള്ളൂ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഷൂമിൽ കയറുന്ന ഒരു കുഞ്ഞുണ്ട്, പറഞ്ഞു തോന്നേ. അവളുടെ അപ്പന്റെ സ്നേഹം അവൾക്ക് ശരിയായി കിട്ടുന്നില്ല. അമ്മ ഒരു ഭ്രാന്ത. യേശുവിന്റെ സ്നേഹം ഒന്നും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, അവളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ഒരുപാട് ദൂത് വെളിപ്പാടെന്ന് പറഞ്ഞിട്ട് അവിടെ അകത്ത് കയറുന്നില്ല. ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ അവളോട് പറഞ്ഞാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, യേശുവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചു കിട്ടാൻ, അനുഭവിക്കാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിനകത്ത് അവൾ ചിരിക്കുന്ന കണ്ട് കഴിഞ്ഞ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ വന്നാണ്. എല്ലാ ദിവസവും അവൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. കുഞ്ഞു വച്ചാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, പലരുടെ ഇമോഷൻ മേഖല മൊത്തം കറപ്റ്റഡ് ആയി കിടക്കുകയാണ്. ചിന്തിക്കേണ്ട രീതിയിലല്ല ചിന്തിക്കുന്നത്. വികാരങ്ങളെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് വളരെ വീക്കായ ലെവലിലാണ്. ഈ മേഖലയിലൊക്കെ ഡെലിവറൻസുകൾ വളരെ അത്യാവശ്യമാണ്. ആമേൻ. ബൈബിളിനെ ഒറ്റ വാക്യത്തിനകത്താണ് കൊടുത്തേക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ഒറ്റ വാക്യത്തിനകത്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള ഭാഗം. തീരുമാനം. അങ്കമാലി എന്നുള്ള യാത്രയ്ക്കകത്ത് എന്റെ കൂടെ ഇരുന്ന് ഈ ചിന്ത എന്റെ അകത്ത് തുടങ്ങിയത് ഇപ്പോഴും. അങ്കമാലി നിന്നോട് വരുമ്പോ സമയം തെറ്റി വണ്ടിയിൽ കയറിയ ഒരു കൊച്ച്, അവളൊരു സൈക്കോളജി സ്റ്റുഡൻ്റാണ്. അപ്പൊ അവളുടെ അപ്പനിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്റെ ഫോണിൽ സ്വിച്ച് ഓഫ്. രാവിലെ നേരം വിളിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച, ശനിയാഴ്ചയാണ്. ഇങ്ങോട്ട് എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പം ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ആ വണ്ടിക്കകത്ത് ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അപ്പൊ ഞാൻ ഇരുന്നിടത്തെല്ലാം കുത്തിയിട്ടേക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അപ്പുറമുണ്ട്. ഞാൻ അപ്പുറം കയറിയിരുന്നപ്പോൾ എന്റെ കൂടെ വന്ന് കയറിയിരുന്ന ഒരു കുഞ്ഞാണ്. അപ്പം അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ അവിടുത്തെ കണ്ടക്ടറെ, ലോങ് റൂട്ട് ആയതുകൊണ്ട് അവിടുത്തെ കണ്ടക്ടറെ ആള് വിളിച്ചിട്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു. ഇത് സംബന്ധിച്ച് ഒരുപാട് സംസാരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൻ എന്നെ ഭയങ്കര പേടിയാണ് എന്ന വിഷയം സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ, അത് അപ്പന്മാരുടെ പൊതു സ്വഭാവം, എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചോണ്ടിരുന്നപ്പം, സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ സോൾട്ടൈനെ പറ്റി തലയാഴ്ചകളിൽ ഞാൻ അവിടെ സംസാരിച്ച് സോൾട്ടൈയാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു, അവരെങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്ന അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അത് അവർക്ക് കിട്ടിയിട്ടില്ല, അവര് മനസ്സിലായി വരുന്നേ ഉള്ളൂ. ആ സംസാരത്തിനിടയിലാണ് ഇങ്ങനത്തെ ചില ചിന്തകൾ എൻ്റെ അകത്ത് ഉടലെടുക്കുവാനിടയായി തീർന്നത്. ആമേൻ. ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്. ആമേൻ. ഈ 3 മേഖലയ്ക്കകത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തകൾ അപ്ഡേറ്റ് ആകട്ടെ, വികാരങ്ങൾ കറക്റ്റ് ആകട്ടെ, തീരുമാനങ്ങൾ കൃത്യമാകട്ടെ, പരിശുദ്ധാത്മാവിലാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രബോധിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. ദാവീദിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിനെ ഉണർത്തിയ ദൈവഹൃദയപ്രകാരമുള്ള ദാവീദിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെ സംസാരിച്ചത്. കർത്താവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അവസാനിപ്പിച്ച ഭാഗം എഫീസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു എന്ന വാക്യമാണ് പറഞ്ഞു നിർത്തിയത്. ഈ സന്ദേശത്തിന്റെ പ്രാരംഭം തുടങ്ങുന്നത് ഇവിടുന്നാണ്. നമുക്കതിനായി പ്രാർത്ഥിക്കാൻ. കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധാത്മാവെ, എന്നോട് സഹായിക്കണമേ. ദൈവവചനം കേൾപ്പാൻ എന്നെ സഹായിക്കണേ. അധികം നേരം ഞാൻ ശുശ്രൂഷിക്കത്തില്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മനസ്സും ശരീരം ക്ഷീണിക്കുന്നതിന് മുമ്പ് എൻ്റെ വാക്കുകൾ നിർത്തും. പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കട്ടെ. കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നോട് സംസാരിക്കണമേ. എൻ്റെ ചിന്തയെ, വികാരങ്ങളെ, ഡിസിഷൻസുകളെ ക്ലിയർ ആക്കാൻ
എൻ്റെ അകത്ത് ഇറങ്ങി വന്ന ആത്മാവിനാൽ എൻ്റെ മനസ്സിനെ പുതുക്കി ഞാൻ ഇന്ന് പകൽ ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്നു. എവിടെയാണോ എൻ്റെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കേണ്ടത്, ആ മേഖലയിൽ ദൈവപ്രവൃത്തി സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കും, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം എടുത്തെന്ന് വിചാരിക്കുന്നു. കമോൺ, എല്ലാവർക്കും എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. കമോൺ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആമേൻ. ഈ വാക്യത്തിനകത്ത് മരിച്ചവനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ വാക്യത്തിനകത്ത് ഉറങ്ങുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. നിങ്ങളെ കുറിച്ചാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്താ പറഞ്ഞ ഉറങ്ങുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്, മരിച്ചവനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകം കൊടുത്തിരിക്കുന്ന അർത്ഥമല്ല ഈ രണ്ട് ഭാഗങ്ങളിലും കിടക്കുന്നത്. ഇത് ആത്മികമായി മരിച്ചു കിടക്കുന്നവരെയാണ് മരിച്ചവർ. ആത്മികമായി ദൈവമായി ഒരു ബന്ധമില്ലാത്തവരെയാണ് മരിച്ചവരെന്ന് പറയുന്നത്. രണ്ടാമത് ഉറങ്ങുന്നവരെ കുറിച്ച് പറഞ്ഞു, ആത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്നു, പക്ഷെ അവരിപ്പം ആത്മാവിനെ അനുവദിക്കാൻ തയ്യാറാകാതെ അവരെ കെട്ടിപ്പിടിച്ച് കടന്ന് ഞാനും മരിച്ചവനാണേ എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കിടക്കുന്നവരെയാണ്. അതുകൊണ്ട് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക എന്നൊരു പദമാണ് പറയുന്നത്. ഇന്ന് പകല് ആ സന്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്ര വലിയൊരു മുഖവരം പറഞ്ഞത്. പലയിടങ്ങളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാൻ പോവുക. രാമൻ പറയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉറക്കം എന്ന വാക്ക്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ സെക്കുലർ ആയിട്ടും അല്ലാതെയും ഈ സമയത്തിനുള്ളിൽ പഠിക്കാനായിട്ട് തയ്യാറായി. ക്ഷീണിക്കപ്പെട്ടവരാണ് ഉറങ്ങുന്നത്, അല്ലെ? ക്ഷീണമുള്ളവർക്ക്, ആർക്കൊക്കെ ക്ഷീണമുണ്ട്? ശരീരത്തിന് ലോകപരമായിട്ട് ഒരു ഉറക്കം ആവശ്യമാണ്, ഒരു ഉറക്കം ആവശ്യമാണ്. ആ ഉറക്കത്തിനകത്താണ് വളർച്ച സംഭവിക്കുന്നത്, അല്ലെ? ആ ഉറക്കത്തിനകത്താണ് ക്ഷീണം മാറുന്നത്. ആ ഉറക്കത്തിനകത്താണ് അവരുടെ ഹോർമോണുകളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ആത്മാവിനെ ചിന്തിക്കും ഇത് നേരെ തിരിച്ചാണ്. ഉറങ്ങുവാണെങ്കിൽ ഇത് മൊത്തം പോവും. ആത്മാവിൽ ഉറങ്ങുവാണെങ്കിൽ പയ്യെ പയ്യെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറയും. പയ്യെ പയ്യെ ബൈബിൾ, നിങ്ങളെ തന്നെ പരിശോധിച്ചാൽ മതി. ആരും കൈവക്കി സ്വതന്ത്രം പറയണ്ട. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഇവിടെ വന്ന് ഞാൻ ഇവിടെ പറയുന്ന പോലെയുള്ള പ്രാർത്ഥനയല്ല. വ്യക്തിപരമായ ലൈഫിനകത്ത് പ്രാർത്ഥന കുറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിലാണ്, പക്ഷെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. എന്താണ്? മരിച്ചവരാണെങ്കിൽ ഇവിടെ വന്ന് ഈ കസേര ഇരിക്കത്തില്ല. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഇവിടെ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മരിച്ചവരല്ല. പക്ഷെ പ്രാർത്ഥന കുറഞ്ഞെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? ആദ്യം തന്നെ പറയുന്നു, ഞായറാഴ്ച സഭായോഗത്തിന് പോയെന്ന് പറഞ്ഞ് എഴുന്നേറ്റവരുടെ കൂട്ടത്തിലാകത്തില്ല. അത് ഈ കഴിഞ്ഞ BBSന് ഞങ്ങള് കേട്ടവര് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഇതുപോലെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ ചാടി നൃത്തം ചെയ്യാൻ പറ്റത്തില്ല, പാസ്റ്റർ വഴക്ക് പറയും. ഡയറക്ടർമാര് പറഞ്ഞ ഞങ്ങൾ പല ഡിവോഷനും കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിലും പുറകിലും ഒക്കെ പിടിച്ച് വലിച്ച് അവരെ ഇരുത്തി. ഞങ്ങൾ അവിടെ ഒരു നിയന്ത്രണവും കൊടുത്തില്ല. അവര് തുള്ളുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തുള്ളും. അതുകൊണ്ട് തന്നെ പിള്ളേർ അതിന് മേലിലാണ്. ഈ എൻജോയ്മെന്റിന് അപ്പുറം അവർ കർത്താവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം പെടട്ടെ. ഇന്ന് പകല് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, നിങ്ങളെ കുത്തുവല്ല, വേദനിപ്പിക്കുകയല്ല. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പോയോ? അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? മരിച്ചവരെന്നല്ല, എന്നാണ്? ഉറങ്ങിക്കിടക്കുകയാണ്. ഈ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയതിന്റെ പിന്നില് കാരണം ചെറിയ ചില ആരംഭങ്ങളാകാം, ചെറിയ ചില. പക്ഷെ അതിനെ തുടർന്ന് വീണ്ടും 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 നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതായി, വചനം വായന ഇല്ലാതായി, ആത്മാവിനെ നിങ്ങൾ ക്ഷീണിപ്പിച്ചു.
ആത്മാവ് പറയുന്നത് കേൾക്കാൻ, ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു അകൽച്ച സംഭവിച്ചു. ഇച്ചിരി ഡേഞ്ചർ ഏരിയ ആണ് ഇത് പറയുന്നത്, പക്ഷെ പറയാതെ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആത്മാവിനുള്ളത് ഇന്നതെന്ന്, എവിടെയാണ് ആത്മാവിനുള്ളത് ഇന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം എവിടെയാണോ ഉറങ്ങിക്കിടക്കുന്നത് അവിടെ എഴുന്നേറ്റാൽ മതി, അസാധാരണ റിസൾട്ട് വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാനായിട്ട് ഞാൻ അതിനുവേണ്ടിയാണ് കുടുംബത്തിനകത്ത് നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനും വചനം വായിക്കുവാനും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എവിടെയാണോ ഞാൻ ക്ഷീണിക്കപ്പെട്ടത് അവിടെ നിന്ന് പുറത്തു വരുവാൻ ഒരാഗ്രഹം ഉണ്ടായാൽ ഉറപ്പായിട്ടും അസാധാരണമായ ഒരു റിസൾട്ട് ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും നിങ്ങൾ ഡാമേജ് അനുഭവിക്കുന്ന, നിങ്ങൾ കുറവുകൾ അനുഭവിക്കുന്ന, നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്ന, പ്രശ്നം അനുഭവിക്കുന്ന ഏത് മേഖലയ്ക്കകത്തും സഹായിക്കാൻ ഒരു സഹായകനുണ്ട്. റിസൾട്ട് കർത്താവിനാൽ ഓക്കെയാണ്. ഹല്ലേലൂയ. ഈ കൊച്ചി ചർച്ചിലെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അവന്മാര് നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളല്ല, പക്ഷെ ഈയിടെ ഭയങ്കരമായിട്ട് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ ഉപയോഗിക്കപ്പെടാൻ തയ്യാറായിരിക്കുക? എന്താണ് കാരണം? അവരുടെ ലൈഫിനെ തിരിക്കുന്ന കർത്താവുമായി ഒരു ബന്ധമുണ്ട്. വെള്ളിയാഴ്ച ശനിയാഴ്ച ഫുൾ പ്രിപ്പറേഷനാണ് ഞായറാഴ്ചത്തേക്കുള്ള. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകും, മാന്യതകളെ നൽകും. ഞാൻ ആത്മാവിൽ പറഞ്ഞ് ഈ വിഷയം നിർത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവിലേക്ക് തിരിയാനുള്ളൊരു മനസ്സുണ്ടാകണം. വചനം പറഞ്ഞിരിക്കുന്നത്, ഈ ഉറങ്ങുന്നവൻ സത്യത്തിൽ ക്ഷീണിച്ചിരിക്കുക. എവിടെയാണ് ഉറങ്ങുന്നവൻ? എവിടെയാ? ജഡത്തിലല്ല, എവിടെയാ? ആത്മാവിൽ ക്ഷീണിച്ചിരിക്കുക. ഈ ക്ഷീണം മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ക്ഷീണം മാറണമെങ്കിൽ എന്റെ അറ്റംപ്റ്റ് ചെയ്യണ്ടേ? ഇവിടെ 2 പദങ്ങളാണ് പറയുന്നത്. ഒന്ന് മോളിൽ പറയുന്ന പദമാണ്, ഇതിൽ ഒന്നിച്ച് ഞാൻ പ്രസംഗിക്കാം. ഈ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകാതെ അവയെ ശാസിക്കണം. എന്താണ് അത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതെ, ശാസിക്കണം. വേണ്ടാത്ത തോന്നൽ വരാൻ നേരത്ത്, അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ, സഭയെ പോകണ്ടെന്നുള്ള തീരുമാനം വരാൻ നേരത്ത്, ഇതെനിക്ക് ദൈവം തന്നതല്ല, അല്ലെ, ദൈവം തന്നതല്ല എന്ന് പറഞ്ഞ് അതിനെ ശാസിക്കാനും. ഞാൻ ഈ കണ്ണു വയ്യെന്ന് പറഞ്ഞപ്പം രാവിലെ റിജി പാസ്റ്ററെ വിളിക്കുകയാണ്. റിജി പാസ്റ്ററെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, എന്റെ കണ്ണ് വയ്യ, രാവിലെ വണ്ടി ഓടിക്കാനായിട്ടും ആ കാറെ കയറാമെന്ന് ചോദിച്ചപ്പോ സുനിത ഇപ്ര എന്നൊരു പ്രബോധനം. ഇത് കർത്താവിന് പ്രയോജനപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ഈ കണ്ണ് വെച്ച് ഓടിച്ചാലാണ് നല്ലതെന്ന് ഇനികൾ എന്നെ നിർബന്ധിച്ചയക്കുക. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞ് അയക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. കണ്ണ് വയ്യാതിരുന്നപ്പോ അവള് പറയാ, ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോഴല്ല പറഞ്ഞ, വണ്ടി ഓടിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഞാൻ ആ പ്രശ്നത്തിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള തീരുമാനം ദൈവത്തിൽ നിന്നാകട്ടെ, അല്ലെ? പത്രോസ് ഒരിക്കല് യേശുക്രിസ്തുവിനോട് സംസാരിക്കുക. ചോദ്യം ഇതായിരുന്നു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അനേക അഭിപ്രായങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞു നിൽക്കുമ്പോൾ കൃത്യം ഉത്തരം ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ. യേശുവിന്റെ മറുപടി, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ്. അടുത്ത ഉത്തരം പറയുമ്പോൾ യേശു പറയാ, പോ സാത്താനെന്ന്. ഒരേ സമയം ദൈവത്തിൽ നിന്ന് ഒരേ സമയം ഈ ചിന്തയാണ്. ഇത് ഉണ്ടായ പ്രശ്നവും ഞാൻ അതിന്റെ തുടക്കം പറഞ്ഞു നിർത്താം. അത് കേട്ടിട്ട് ഒരു പാസ്റ്റർ പ്രസംഗിച്ചത് ഞാൻ കേട്ടു, സാത്താനായിരുന്നു ആരുടെ ഉള്ളില്? പത്രോസിന്റെ ഉള്ളിൽ. ഞാൻ തലേ കൈവച്ചു പോയി. ഇങ്ങനെ പ്രബോധിപ്പിക്കുന്ന എങ്ങനെയാ? സാത്താനായിരുന്നല്ല, ചിന്ത എവിടെ നിന്ന് മനസ്സിലാക്കുക. ഒരിക്കലും സഭാരാധനയ്ക്ക് പോകരുതെന്ന് ദൈവം പ്രബോധിപ്പിക്കത്തില്ല. അതിന് ഈ കാല് പാരലൈസായി കടന്നാലും കർത്താവ് എന്തേ പറയുള്ളൂ? നീ ആരാധനയ്ക്ക് നടക്കാൻ വയ്യാത്ത ഒരുത്തനെ കൂട്ടുകാർ പൊക്കിയെടുത്തിട്ട് വന്ന ചരിത്രം വരെ നമ്മള് വന്നപ്പോൾ കേറാൻ ഇടയില്ലാണ്ട് പെരപ്പുറം പൊളിച്ചാണ് അവരെ. പക്ഷെ അവൻ എങ്ങനെ തിരിച്ചു പോയെന്നുള്ളതാണ്, എങ്ങനെ തിരിച്ചു പോയെന്നുള്ളതാണ്. ഹല്ലേലൂയ. അവിടെ കൃത്യം പറയും, ഒത്തിരി ദൂതുകളുണ്ട്, എല്ലാം സ്കിപ്പ് ചെയ്ത് പോരാണ്.
യേശു 4 പേരുടെ മുഖത്തേക്ക് നോക്കി, കടക്കുന്നവരിട്ട് നോക്കി. എന്തൊരു അറ്റംപ്റ്റ് ആണ്! 4 പേര് ചുമന്നുകൊണ്ട് വരുക. ഒരുത്തൻ പൊക്കി പിടിച്ചാൽ ഇവൻ പോരുന്ന വഴിക്ക് കട്ടിൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലേ? കാണുമോ? അകത്ത് കാണുമോ? അപ്പൊ കറക്റ്റ് ആയിട്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതുവഴി താഴോട്ടിറക്കി യേശുവിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം ഇപ്പൊ ആത്മാവിൽ കാണുകയാണ്. എല്ലാവരുടെ മുഖത്തേക്ക് നോക്കൂ. ഈ കടക്കുന്നവന് ഒരു വിശ്വാസവും ഇല്ല, ഇത്ര അറ്റംപ്റ്റ് നടത്തിയിട്ട്. പക്ഷെ എടുത്തുകൊണ്ട് വന്നവർക്ക് ഒരു വിശ്വാസമുണ്ട്, ഇവൻ എഴുന്നേൽക്കും. പെരപ്പുറം പൊളിച്ചിട്ട ആണ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകല് പറയാം, അങ്ങനെ ചില വിശ്വാസം നിങ്ങളുടെ അകത്ത് ജനിച്ചാൽ, ഹല്ലേലൂയ, ഇതുവരെ നടക്കാത്ത രോഗികൾ എഴുന്നേൽക്കും. ഇതൊരു ആത്മാവ് നൽകുന്ന ദൂതാ കേട്ടോ. ഹല്ലേലൂയ. ചില പാരലൈസ് രോഗികളെ ദൈവം സൗഖ്യമാകാൻ പോവുകയാണ്. ദേശത്ത് വലിയ രോഗസൗഖ്യങ്ങളുടെ പ്രകമ്പങ്ങൾ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആള് നിറഞ്ഞ ഭവനത്തിനകത്തേക്ക്, കഫർദമോമിലെ ആ കുടുംബത്തിനകത്തേക്ക് ഒരു വലിയ ജനം ഓടിക്കൂടിയതുപോലെ, യേശുവിന്റെ അടുക്കലേക്ക് ജനം ഓടിയതുപോലെ നിന്റെ അടുക്കലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, ചർച്ചിലേക്ക്, നീ എന്ന വ്യക്തിയിലേക്ക് ഒരുപാട് പേര് യേശുവിനാൽ ആകർഷിക്കപ്പെടാൻ പോവുകയാണ്. അതിനാൽ പിന്മാറ്റം മാറ്റി നിർത്തുക. ആരാധനയിലേക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. കർത്താവിനായി മുൻതൂക്കം കൊടുക്കുക. കർത്താവിനായി ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിനകത്ത് അവരുടെ ഭക്ഷണമോ ആഹാരമോ വസ്ത്രമോ രണ്ടാമതേ ഞാൻ ചിന്തിക്കുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് പണത്തേക്കാൾ. ഈ ആഴ്ച ഞാൻ പറയാം, ഇവിടുന്ന് കിട്ടിയ പണം ഉൾപ്പെടെ ആമേൻ, ഹല്ലേലൂയ. എന്ത് പറഞ്ഞതിന് വലിയ കാര്യം എന്താ? ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ നിന്നാലും ഇതെല്ലാം മടങ്ങി വരും. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ വെള്ളത്തിന് മീതെ എറിയുക എന്ന് പറഞ്ഞ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, വിശ്വാസത്തോടെ പറയുന്നു, ഹല്ലേലൂയ. എല്ലാ പിന്മാറ്റ സ്വഭാവങ്ങളും മാറിപ്പോകട്ടെ. പുറത്ത് തളർന്നു കിടക്കുന്ന, പുറത്ത് അനങ്ങാൻ കഴിയാത്ത, പുറത്ത് അതിജീവിക്കാൻ കഴിയാത്ത, പുറത്ത് തന്നെ വരാൻ കഴിയാത്ത ചിലരെ കർത്താവിന് തൊടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു യൂണിറ്റി 4 കട്ടിലിന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഒരുവൻ ചാടി എഴുന്നേൽക്കാൻ കാരണമായെങ്കിൽ, അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ സാഹചര്യമൊരുങ്ങിയെങ്കിൽ, ഉറപ്പായിട്ടും നിന്നെയും ആ യൂണിറ്റിയുടെ ഭാഗമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരുപോലെ 4 പേര് ആ കട്ടിലിന്റെ കാലിൽ കയറി പിടിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ നടക്കുന്നതിന് കാരണമായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു, പേരുകൊണ്ട് മാത്രമല്ല, മിറക്കിൾ അനുഭവം കൊണ്ടും അത് മിറക്കിളായി തീരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കരങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആത്മിക ക്ഷീണങ്ങൾ മാറണം. അതുകൊണ്ട് വരുന്ന ചിന്ത എന്നെ ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ വിചാരിച്ചെന്നൊന്നും പറയണ്ട. യേശുവിന്റെ നാമത്തിൽ ഈ ചിന്ത മാറട്ടെ. ആത്മാവിൽ ഒരുങ്ങുക. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കണം. ഈ വാക്കിൽ ഒരുന്നൂടെ പറയട്ടെ, ഇതൊരു ദൂതായതുകൊണ്ട് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയത് സമ്പത്തല്ല. ഹല്ലേലൂയ. ഒരു സാമ്പത്തിക ഭൗതിക നന്മയല്ല ഏറ്റവും എടുക്കാൻ പറ്റിയത്, അത് യേശുവാണ്. ആ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുത്താൽ, ആ യേശുവിൻ്റെ അടുക്കിലേക്ക് അന്ത്രയോസിനെ പോലെ, ഈ 4 സഹോദരങ്ങളെ പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നീ ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നത്. വചനം പറയുന്നു, അല്ല, നമുക്ക് നന്നായിട്ട് സത്യമായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഒരു മനുഷ്യന്റെ വില ഈ ഭൂമിയിലേക്കാളും വിലയാണ്. അതുകൊണ്ട് അവനെ സേവ് ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരം യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ ഒട്ടും മടി കാണിക്കരുത്. അറിയാവുന്ന ഭാഷയിൽ, അറിയാവുന്ന രീതിയിൽ യേശു നിന്നെ സഹായിക്കുമെന്നും യേശു നിന്നെ സംരക്ഷിക്കുമെന്ന് പറയാൻ തയ്യാറായാൽ മതി. ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. അത് ചിലപ്പോൾ നിന്റെ വാഹനത്തിലുള്ള യാത്രയിലായിരിക്കാം, നിന്റെ ജോലിയിൽ ഒരുമിച്ച് കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം യേശു കൈമാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക. ഒരാളോടെങ്കിലും എനിക്ക് യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ചിലപ്പോൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് അയലോക്കംകാരോട് സംസാരിക്കുമ്പോഴായിരിക്കാം. ഒറ്റ വാക്ക് മടി കൂടാതെ പറയണം, ആ വിഷയത്തിന് യേശുവിന് എന്നെ സഹായിക്കാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ആ വിഷയത്തിനകത്ത് യേശുവിന് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഒറ്റ വാക്ക് മതി. ദൈവത്തിന് അവരെ തൊടാൻ കഴിയും.
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ഈ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു ആളുടെ സാക്ഷ്യം എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ ചില നാളുകൾ നടക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. കൊല്ലം ഏരിയയോടുള്ള ബന്ധത്തിലാണ്. വേഗത്തിൽ ഞാൻ പറയാം. അദ്ദേഹം ഒരുപാട് നാളുകൾ ഒരുപാട് സുവിശേഷ യോഗത്തിന്റെ അനൗൺസ്മെന്റുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. അവനെ കൈക്കൊണ്ടാൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇങ്ങനെ ചെയ്ത് തൻ്റെ പരസ്യയോഗ ശുശ്രൂഷ, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം, തൻ്റെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരുപാട് നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു പ്രത്യേക കടഭാരം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. കടഭാരം ബിസിനസ്സിനെ തകർത്ത് കളഞ്ഞു. കടഭാരം കാരണം തനിക്ക് വീട്ടിൽ പോകാൻ കഴിയാതെയായി. മറ്റൊരു സ്ഥലത്തൊരു ലോഡ്ജിൽ താൻ റൂമെടുത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കയറിൽ താൻ തൂങ്ങി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, തൻ്റെ കഴുത്തിലേക്ക് കയറിട്ടിട്ട് താൻ ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ തൻ്റെ ഒരു ശബ്ദം താൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം രക്ഷയുടെ യേശുവിൻ്റെ നാമമാണ്. താൻ കഴുത്തിൽ നിന്ന് ആ കയർ ഊരി മാറ്റി അടച്ചിട്ടിരുന്ന തൻ്റെ റൂമിൻ്റെ ജനാല തുറന്ന് താൻ പുറത്തേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. വീണ്ടും വന്നിട്ട് വീണ്ടും അത് ചെയ്തു. വീണ്ടും ആ ശബ്ദം കേട്ടു. വീണ്ടും പോയി റൂം നോക്കി. തനിക്ക് ആ ശബ്ദം കാരണം തനിക്കത് ചെയ്യാൻ കഴിയാത്തൊരു അനുഭവം വെളിപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം താൻ ശ്രദ്ധിക്കുമ്പോൾ ഉയർന്ന് പൊങ്ങി വരുന്ന ശബ്ദം മറ്റാരുടെയുമല്ല. ഇന്നലകളിൽ എവിടെയോ കവലകളിൽ തൻ്റെ ജീപ്പിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് താൻ വിളിച്ചു പറഞ്ഞ ശബ്ദം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് താൻ തന്നെ മൈക്കിലൂടെ പറഞ്ഞ് തൻ്റെ ശബ്ദമാ കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാസ്റ്ററാണ് അദ്ദേഹം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന് നിന്നെ സന്ദർശിക്കാൻ കഴിയുന്ന രീതി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒട്ടനവധി ദൂതുകൾ ജയിലിലും വനാന്തരങ്ങളിലും പലയിടങ്ങളിലും ഒളിച്ചു പാർത്തവരെ ദൈവം തൊട്ട അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, യേശുവിനെ കൊടുക്കാൻ നീ മടി കാണിക്കരുത്. ചില വർഷങ്ങൾക്ക് പിറകിൽ മണർകാടിൻ്റെ ഒരു കുന്നിൻ്റെ മേളിൽ കയറി ഞങ്ങൾ രാവിലെ 5:30 സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു ലൈറ്റ് തെളിയുന്നത് കണ്ടു. തിരികെ ഇറങ്ങി ബൈക്കിൽ വരുമ്പോൾ ആ വീട്ടിലെ ആണ്ടി പുറത്തിറങ്ങി വന്നു. ഹല്ലേലൂയ. അവർ ഞങ്ങൾക്ക് കൈ കാണിച്ചു. അവർ പറഞ്ഞു രാവിലെ ഇറങ്ങിയതല്ലേ, കാപ്പി കുടിച്ചിട്ട് പോകാം. ഞങ്ങളവിടെ നോക്കുകയാണ്. ഹല്ലേലൂയ. ആരാണ് എന്തിനാണ് ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നത് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ചെറുപ്പമാണ്. ഞങ്ങൾ ആ പ്ലേസിൽ കയറിയിരുന്നു. അവർ പറഞ്ഞു, കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമോ? ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ചുറ്റിനും നോക്കുക, ആരാണെന്ന് അറിയത്തില്ല. അത് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏത് മതക്കാരാണ്, ഏത് വിശ്വാസത്തിലുള്ളവരാണെന്ന് പറയാം. ആ പുറത്ത് ഒന്നും കാണുന്നില്ല. അവർ പെട്ടെന്ന് അകത്തേക്ക് വിളിച്ചു. ഹല്ലേലൂയ. അകത്തേക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി ഫോട്ടോ. ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. എല്ലാ ഫോട്ടോകളും ഉണ്ട്. എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ആശങ്ക, എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും? പക്ഷെ ഞങ്ങളെ കണ്ണിനെ വേദനിപ്പിച്ചതും പെട്ടെന്ന് ചലിപ്പിച്ചതുമായ ഒരു വാക്ക്, ഹല്ലേലൂയ, തൊട്ടപ്പുറത്തെ റൂമിൽ 2 റൂമിനകത്ത് 4-5 കയറുകൾ കുരുക്കിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തലേ ദിവസം രാത്രി കടഭാരത്താൽ ഹല്ലേലൂയ ആ കുടുംബത്തിലുള്ള 4 കുഞ്ഞുങ്ങളെയുമായി അപ്പനും അമ്മയും ചാകാനിരുന്നതാ. ചാകാതെ രാവിലെ വരെ ദൈവം അവരെ കൊണ്ടെത്തിച്ചു. രാവിലെ അവിടെ ദൈവ ശബ്ദം അവരെ കേൾപ്പിച്ചു. ഇന്ന് ഹല്ലേലൂയ കോട്ടയത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൽ അവർ വിശ്വാസികളാ. യേശുവിനെ കൊടുക്കാൻ നീ മടി കാണിക്കരുത്. നീ പറയുന്ന ഒരു വാക്ക് ഒരു കുടുംബത്തെ സേവ് ചെയ്യും. നീ പറയുന്ന ഒരു വാക്ക് ഒരു കുഞ്ഞിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരും. യേശുവിനെ കുറിച്ച് നീ പറയുന്ന ഒരു ശബ്ദം അവരുടെ ഹോൾ രക്ഷയ്ക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജോലിയിലാകട്ടെ, നിന്റെ ബിസിനസ്സിലാകട്ടെ, യേശു എന്ന വ്യക്തി അവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയത്. ഒരു തീരുമാനം ഇന്ന് എടുത്തോണ്ടേ പോകാവുള്ളൂ. ആ റിസൾട്ട് അടുത്ത ആഴ്ച കാണും നമ്മൾ. ഹല്ലേലൂയ. നിന്റെ കൂട്ടത്തിലുള്ളവരെ യേശുവിനെ കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്? ആരോടാണ് ഞാൻ പറയേണ്ടത്? ചുമ്മാ എല്ലാവരോടും പോയി പറയേണ്ടെന്നേ. അവനെ നിന്റെ കൈയോട് ഉരുമി ദൈവം നടത്തിക്കും. അവനെ നിന്നോട് ചേർത്ത് വെച്ച് നടത്തും. അവനെ നീ ഇരിക്കുന്ന ബസിന്റെ അടുത്ത സീറ്റിൽ കൊണ്ടിരുത്തും. നിന്റെ വീട്ടിനകത്ത് അവനെ കൊണ്ടുവരും. നിന്റെ യാത്രകൾക്കകത്ത് അവനെ പരിചയപ്പെടുത്തും. ഇന്ന് പകല് ആകർഷിക്കുന്ന ദൈവം നിങ്ങളെ സഹായിച്ചിരിക്കും. കരമടിച്ച ദൂതിനെ ഒന്ന് സ്വീകരിച്ചോ. സഭയ്ക്കകത്ത് ഇവാഞ്ചലിക്കൽ മൂവുകൾ ദൈവം ആരംഭിക്കട്ടെ. രണ്ടാമത്തെ ഭാഗം, എഴുന്നേൽക്കുക. എഴുന്നേറ്റാൽ
അവൻ പ്രകാശിക്കും. എഴുന്നേറ്റാലേ പ്രകാശിക്കുള്ളൂ. എഴുന്നേറ്റാലേ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് വീട്ടിന്റെ കട്ടിലിന്റെ ഇടയിൽ ഒരു പറയ്ക്കകത്ത് കയറ്റി വെച്ചേക്കുക. ഈ കട്ടിന്റെ അടിയിൽ പോലും വെട്ടം കിട്ടാത്ത രീതി വെച്ചേക്കുക. നിങ്ങൾ വെട്ടമാണെന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾ വെളിച്ചമാണെന്ന് എത്ര പേർക്കറിയാം? ഇത് കറക്റ്റ് തൂതാ, കറക്റ്റ് അവിടെ കയറി. നിങ്ങൾ വെളിച്ചമാണ്. അമ്മേ, അടുത്തിരിക്കുന്ന ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങൾ കർത്താവിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിന്നാ മതി, ആ വെളിച്ചം തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ്, ഇങ്ങനെ ടോർച്ച് അടിച്ചിട്ട് മാറ ഇരുട്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞു നടക്കണ്ട. നിങ്ങൾ സംസാരിച്ചാൽ യഥാർത്ഥ വെട്ടം പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. രാത്രിയിൽ നമ്മൾ പലപ്പോഴും വെട്ടം കാണുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ചന്ദ്രനിൽ നിന്ന്, അല്ലെ? ചന്ദ്രന് വെട്ടമുണ്ടോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് കണ്ടു. ഹല്ലേലൂയ. ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങി വരാൻ നേരത്ത് ഒരു സൈഡിൽ കൂടെ അങ്ങപ്പുറം നിൽക്കുന്ന ഹല്ലേലൂയ ആ ചന്ദ്രന്റെ മേലെ അടിച്ചിട്ട് നേരെ അവൻ ഇങ്ങോട്ട് തരും. അങ്ങനെയാണ് വെട്ടം കിടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകല് ഹല്ലേലൂയ നമ്മൾ ചന്ദ്രനല്ല, നിങ്ങൾ വെട്ടമാണ്. യോഹന്നാന് പറയാൻ ഇല്ലാത്ത ഒരേ ഒരു സാക്ഷ്യം, ഞാൻ ആ വെട്ടമല്ല, ഞാൻ ആ വെളിച്ചമല്ല. ആ വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ മാത്രമേ എനിക്കറിയാവുള്ളൂ. പക്ഷേ കർത്താവ് നമ്മളെ പറ്റി പറഞ്ഞ സാക്ഷ്യം, എൻ്റെ അകത്ത് വന്ന അതേ വെളിച്ചം നിന്റെ അകത്ത് വന്നതുകൊണ്ട് എന്നെ ഞാനിട്ട് വിളിച്ച അതേ പേര് നിന്നെയും വിളിക്കും, നീയും വെളിച്ചമാണ്. ഹല്ലേലൂയ. ഇനി അതിന്റെ ഏറ്റവും മർമ്മപ്രദമായ ആലോചനയ്ക്ക് വരുന്നു. വെളിച്ചം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വെളിച്ചമല്ല, സത്യത്തിൽ ജീവനാണ്. ഹല്ലേലൂയ. ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായി നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ഉറങ്ങിക്കിടക്കുന്നവനെയും എഴുന്നേൽപ്പിക്കുന്ന ജീവന്റെ ഇടപെടലാണ് സംഭവിക്കുന്നത്. ജീവന്റെ അപ്പം എന്ന മെസ്സേജിനകത്ത് അവസാനം നമ്മൾ ചിന്തിച്ച വാക്ക് അവൻ ജീവനും ആത്മാവുമാണെന്നാണ്. ഹല്ലേലൂയ. ആ ജീവൻ എന്ന അതേ പദമാണ് വെളിച്ചം എന്ന വാക്കിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എഴുന്നേറ്റാൽ നിന്നിൽ ജീവൻ വെളിപ്പെടും. എഴുന്നേറ്റാൽ നീ പ്രകാശിക്കുമെന്നല്ല, എഴുന്നേറ്റാൽ നിന്നിൽ ജീവനുണ്ടോ. ആമേൻ. എഴുന്നേറ്റാൽ നിന്നിൽ ജീവൻ ഒഴുകും. എഴുന്നേറ്റാൽ നിന്നിൽ ജീവൻ ഒഴുകും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്നിലൂടെ ജീവൻ പുറത്തേക്ക് ഒഴുകും. അതാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ജീവജല നദി ഒഴുകും. ഹല്ലേലൂയ. ഇന്ന് പകല് മിറക്കിൾ ഹാർവസ്റ്റിൽ നിന്ന് ജീവന്റെ നദിയെ ഒഴുക്കാൻ കാരണമായ ഒരു എഴുന്നേൽപ്പ് നിങ്ങളിൽ സംഭവിക്കട്ടെ. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം മുന്നോട്ട് പോകുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിക്കും. നിങ്ങൾക്കറിയാം ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ ആദ്യ പുസ്തകമായ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് യേശു ഒരു മനോഹരമായ ഉപമ പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ അതിനെ മുടിയനായ പുത്രന്റെ കഥയെന്ന് അവതരിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കത് അവതരിപ്പിക്കാൻ ഒരു സ്നേഹമുള്ള പിതാവിന്റെ ഹല്ലേലൂയ ഉപമയാണ്. യേശുവിന്റെ കാലത്തിന് മുമ്പേ പരീശന്മാരും ശാസ്ത്രിമാരും അവിടെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റോറി. ഹല്ലേലൂയ. അവര് സ്റ്റോറി അവരുടെ നിയമം വെച്ചാണ് അത് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കലിനകത്ത് ഒരു ആശയം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരുവൻ വീട്ടിൽ നിന്ന് ഈ പ്രകാരം പോയാൽ തിരികെ അവൻ വന്നാൽ ഓടിച്ചിട്ട് കല്ലെറിയണം. ഹല്ലേലൂയ. ആദ്യം വീട്ടുകാരറിയണം, പിന്നെ നാട്ടുകാരറിയണം, പിന്നെ പരീശന്മാരറിയണം. ഹല്ലേലൂയ. അങ്ങനെ എറിയണമെന്നുള്ള സ്റ്റോറി പല പ്രാവശ്യങ്ങളിലായി ഹല്ലേലൂയ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് പോയവനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതേ കഥ യേശുവിന്റെ സ്നേഹത്താൽ അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ധനികനായ മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ഇളയ മകൻ ഹല്ലേലൂയ അവന്റെ വീതം ചോദിക്കുന്നു. വേഗത്തിൽ പറയാം, വീതം ചോദിക്കുന്നു. വീതം ചോദിച്ചിട്ട് ഹല്ലേലൂയ ആ വീതം അവൻ മേടിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകരം വീതം മേടിക്കാൻ അറിയാവുന്നവർക്കായി, അവകാശം മേടിക്കാൻ അറിയാവുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മൂത്ത ഒരുത്തനുണ്ട്, എന്തിനു കൊള്ളാന്നറിയത്തില്ല. അവന്റെ അവകാശത്തെ പറ്റി ഒരു ധാരണയില്ല. ഹല്ലേലൂയ. അവനെ പലരും പൊക്കിയാ പറയുന്നത്. പക്ഷെ ഇന്ന് പകരം എനിക്ക് അവനെ താഴ്ത്താനേ പറ്റുള്ളൂ. കാരണം എന്നറിയാം, വീട്ടിൽ വസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അവൻ വീട്ടിലെ അംഗം പോലും അല്ല. ഹല്ലേലൂയ. അവസാനം ഒരു വിരുന്ന് വീട്ടിൽ നടക്കുന്നുണ്ട്. അവൻ വന്ന് ചോദിക്കുക, ഇവിടെ എന്നാ പരിപാടി? ഹല്ലേലൂയ. ഒരു കാളയെ അറുത്തത് അവൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. മുദ്രാമോതിരം മേടിക്കാൻ പോയത് അറിഞ്ഞില്ല. ഹല്ലേലൂയ. മുദ്രാമോതിരം ഇട്ടത് അറിഞ്ഞില്ല. ഹല്ലേലൂയ. വിരുന്ന് നടന്ന് അവൻ അറിഞ്ഞില്ല. അവൻ ആരാ? വീട്ടിലെ മൂത്ത മോഹൻ. എന്തോ കാര്യമാണ്. ഹല്ലേലൂയ. ഒരു കാര്യമില്ല. ഇതൊരു ബൈബിളിനകത്തെ പ്രവചന കേട്ടോ. മൂത്തവരെ തോപ്പിക്കുന്ന പിൻപന്മാർ. ഹല്ലേലൂയ. മുൻപന്മാരെ തോപ്പിക്കുന്ന പിൻപന്മാർ. മുമ്പന്മാര് തോക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് പിമ്പന്മാർ ജയിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ അനുഭവം ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ.
എന്നെ കിട്ടുന്നവർക്ക്, എന്റെ ചിന്ത മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലിയാണ്, പക്ഷാഭേദമില്ല. പക്ഷെ ആദ്യം വന്നവന് കൊടുത്തത് മേടിക്കാൻ ഇവൻ അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവൻ തെറ്റിപ്പോയെങ്കിൽ ഇവൻ ഒരു കാര്യം അറിയാം. എന്താണ് അവൻ അറിയാവുന്ന കാര്യം? എനിക്ക് എൻ്റെ അവകാശം വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ആത്മാവെന്ന ദാനം പ്രാപിച്ചവരോട് പൗലോസ് പ്രാർത്ഥനയിൽ കവിഞ്ഞെഴുതിയ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് അറിയേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, അവകാശം എന്ന ആദ്യദാനമായ ആത്മാവിനെ പ്രാപിച്ചവർക്ക് നിങ്ങളോട് എനിക്കൊരു ദൂതുണ്ട്. ഇവിടം കൊണ്ട് തീരുകയല്ല, ഇവിടം കൊണ്ട് ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ചിലത് ദൈവത്താൽ സംഭവിക്കാനുണ്ട്. ക്രിസ്തുവേശുവിൽ സ്വർഗത്തിലെ സകല ആമേൻ സകലയല്ല സകല ആത്മീയ അനുഗ്രഹത്താലും നിറച്ച ദൈവ ആദ്യദാനമായ ആത്മാവിൽ തുടങ്ങിയുള്ളത് നിന്റെ ഉള്ളിലേക്ക് അയക്കുകയാണ്. പേടിക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ആദ്യം മേടിച്ചതെല്ലാം അവർ കൂട്ടുകാരുടെ കൂടെ നടന്ന് തീർത്ത് അവസാനിപ്പിച്ച് നഷ്ടപ്പെടുത്തി. ആമേൻ. നമുക്ക് വായിക്കാം 15-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ഈ മനുഷ്യന്റെ കയ്യിലുള്ള സകലം തീർന്നു പോയി. ഹല്ലേലൂയ. ആ സ്ഥലത്തിന്റെ പേര്, അവൻ കഴിക്കുന്ന ഫുഡിന്റെ പേര് പറയുന്നുണ്ട്. ഹല്ലേലൂയ. പന്നിക്ക് കൊടുക്കുന്ന ആഹാരം, എന്റെ പേരെന്നാ? വാളവര. കിഴക്കൊരു സ്ഥലമുണ്ട് വാഴവര എന്ന്, ഇത് വാളവരയാ. ആമേൻ. ഇത് കഴിച്ചെന്നല്ല പറഞ്ഞ്, ഇത് വയറ് നല്ല കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 16-ാം വാക്യം, പന്നിക്ക് തിന്ന വെള്ളം കുടിക്കാൻ എന്റെ കണ്ണ് ശരിയായി. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അതും കൊടുത്തില്ല. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ എന്തുവാണ്? അപ്പന്റെ കയ്യിലുള്ള സകല സമ്പത്തും, അതായത് ഇവന്റെ ഭാഗം മൊത്തം മേടിച്ച്, എന്നിട്ട് ഇവൻ അത് നശിപ്പിച്ചിട്ട് പിന്നെ ഇപ്പൊ തിരയുന്ന എന്തുവാണ്? ഇത് പന്നിക്കുള്ളതാണ്, അതിന്റെ പുറകെ നടക്കുക, ഇതിന്റെ പുറകെ നടക്കരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിനക്ക് വേണ്ടത് എവിടെയുണ്ട്? അപ്പന്റെ വീട്ടിലുണ്ട്. ഞാമേൻ പറഞ്ഞവർക്കായി സ്തോത്രം. നിനക്ക് വേണ്ടത് എവിടെയുണ്ട്? അപ്പന്റെ വീട്ടിലുണ്ട്. നിനക്ക് പന്നിക്കുള്ളതിന്റെ പുറകെ നീ നടന്നാൽ അത് കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയറ് നിറച്ച് കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവനത് കിട്ടിയില്ല. അപ്പോഴവന് സുബോധം വന്നു. വായിച്ചേ. അപ്പോഴവന്, ഇതാണ് വാക്ക്, ഇപ്പോൾ അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. വാക്ക്, ആ സുബോധത്തെ പറ്റി ഒറ്റ വാക്ക്. ഇവിടെ 2 വാക്ക് എഫെസ്യ ലേഖനത്തിൽ ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഈ സാത്താന്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ ദുഷിച്ച സ്വഭാവങ്ങളെ ശാസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബോധം വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വായിച്ചില്ലേ? എടുത്തു വെച്ച് വായിക്കേ. റോസ് ഓർക്കുന്നോ? പത്താം വാക്യം, 5:10. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഏറ്റവും വലിയ പരിപാടിയാണ് ബോധം വരുത്തുന്നത്. ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ആണ് പറയുന്നത്. ഇതിനേക്കാളും കൂടുതൽ ബോധം വരുത്തുന്ന പരിപാടി എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പം ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ താങ്ങത്തുമില്ല. അതുകൊണ്ട് ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, സകല സത്യത്തിലും വഴി നടത്തും. ഈ മനുഷ്യന് വെളിച്ചം കയറുവാണ്. എന്താണ്? വാഴവരയല്ല. ഒരു വാക്ക് തിരിഞ്ഞു പോകും. വാളവരയല്ല, എന്റെ അപ്പന്റെ ഭവനത്തിൽ ചിലർ തിന്ന് ശേഷിക്കുന്നു. ഇവന്റെ സുബോധം എന്തുവാ? ഇവനൊരു അപ്പനുണ്ട്. ആമേൻ. യജമാനന്മാരുടെ ദുഷിച്ച നോട്ടവും അവരുടെ പ്രയാസവും കണ്ടും അടുത്തവൻ ഒരു ബോധം ഉണ്ടായി. ബോധം വെക്കുന്നവർക്കായി ശോധന. ഇന്ന് കര ഉയർത്തി പറ, ഞങ്ങൾക്കും ദേശത്തിനും ഒരുപോലെ ബോധം ഉണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവിന്റെ വെളിച്ചമാണ്. ആത്മാവിന്റെ വെളിച്ചം ജീവൻ എന്നാ പറഞ്ഞ. ബോധത്തിന്റെ പേരാണ് ജീവൻ. എന്താണ്? ജീവൻ.
ആമേൻ. അവന് ജീവൻ വന്നു എന്നാ പറയണ്ടേ. എനിക്കൊരു അപ്പനുണ്ട്, അപ്പന്റെ ഭവനത്തിൽ എനിക്ക് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. എന്റെ വാക്കുകളിൽ ഞാൻ നിർത്തുകയാണ്. എന്റെ അപ്പന്റെ ഭവനത്തിൽ എല്ലാം ഉണ്ട്. ഇതിനാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ എഴുന്നേൽപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ എഴുന്നേൽപ്പിനെയാണ് അടുത്ത അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആത്മാവിൽ നിങ്ങളൊന്ന് ഒരു പ്രൊഫറ്റിക്കലായിട്ട് ദൈവത്തിന് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യന് സുബോധം വന്നതുപോലെ ഹല്ലേലൂയ ഇന്ന് പകല് നിങ്ങളുടെ മേല് ദൈവത്തിന്റെ ഹല്ലേലൂയ എഴുന്നേൽപ്പ് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഈ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. പക്ഷേ എനിക്ക് വിരോധമായി ചലിക്കുന്ന ദേശക്കാരുടെയും രാജാവിന്റെ ഭാര്യയുടെയും വാക്ക് തന്നെ ഭയപ്പെടുത്തി ഇനി എൻ്റെ ശുശ്രൂഷ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്നേക്കുമായി തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ജീവിതം ക്ഷണികമെന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, ഇല്ല, നിനക്ക് ഞാനൊരു അപ്പം തരാൻ പോവാം, നിനക്ക് ഞാനൊരു ആഹാരം തരാൻ പോവാണ്, നീ അത് കഴിച്ചിട്ട് അല്പം ഒന്ന് വിശ്രമിച്ചു. നിനക്കൊരു ഓട്ടമുണ്ട്, നിനക്കൊരു യാത്രയുണ്ട്. ഇത് തീർന്നിട്ടില്ല. ഇതൊരു പ്രവചന ശബ്ദമാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ആ അപ്പത്തെക്കുറിച്ച് കഴിഞ്ഞ വെളിപ്പാട് ഞാൻ പറഞ്ഞത്, അവൻ മാംസവും ആയിരുന്നില്ല, അവൻ രക്തമായിരുന്നില്ല, അവൻ ആത്മാവും ജീവനുമായിരുന്നു. ഈ വെളിച്ചത്തെക്കുറിച്ചുള്ള ദൂതിൽ പറയുന്നു, ഇത് വെട്ടമല്ല, ഇത് ജീവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം നിന്റെ അകത്ത് ജീവനുണ്ട്. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നീ കിടക്കരുത്. എഴുന്നേൽക്കുക. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വെച്ചോ. അവൻ നിന്റെ മേൽ പ്രകാശിക്കും. നിന്നെക്കുറിച്ചുള്ള വിളി അറിയാതെ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി അറിയാതെ, നിന്റെ തെരഞ്ഞെടുപ്പ് അറിയാതെ, നിന്റെ ശുശ്രൂഷ എന്തെന്നറിയാതെ, നിന്റെ ജീവിതശൈലി എങ്ങനെയെന്നറിയാതെ, നിന്റെ വിളി അറിയാതെ വേണം നീ പോകുന്ന പോക്ക് നിർത്തിക്കൂ. ഇന്ന് മുതൽ കർത്താവിൻ്റെ വിളി അറിഞ്ഞ്, ദർശനമറിഞ്ഞ്, തെരഞ്ഞെടുപ്പ് അറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ. നിന്നെ തെരഞ്ഞെടുത്തത് അവൻ്റെ ദയയാല, നിന്നെ വിളിച്ചത് അവൻ്റെ കൃപയാല, നിന്നെ കൊണ്ടുവന്ന അവൻ്റെ സ്നേഹത്താൽ. നിന്റെ ശക്തിയല്ല, നിന്റെ ബലഹീനതയിൽ അവന്റെ ശക്തി വെളിപ്പെടും. പരാജയപ്പെട്ടിട്ടാണ് നീ മറുതലിച്ച് മടങ്ങിയെങ്കിൽ, ഈ ഏലിയാവിനെ പോലെ മറിച്ചു നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകല് പരിശുദ്ധാത്മ പറയുന്നു, നീ മടുക്കേണ്ട കാര്യമില്ല. ആ ജനത്തെ തോപ്പിക്കാൻ, ആ പ്രവാചകന്മാരെ വെട്ടാൻ, അതിനെ ആക്രമിക്കാനുള്ള അധികാരവും കരുത്തും നിന്റെ മേൽ അഭിഷേകമായി വെളിപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കയറി വരിക, ആരാധനയിൽ കയറി വരിക, എഴുന്നേൽക്കുക. കർത്താവ് നിന്നിൽ പ്രകാശിക്കാൻ പോവുകയാണ്. ഒരു മനുഷ്യൻ ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായി അധികാരപത്രവും മേടിച്ചുകൊണ്ട് ഹല്ലേലൂയ കുതിരപ്പുറത്ത് എഴുന്നള്ളി വന്ന് ഹല്ലേലൂയ അവരെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവനെ ഒന്ന് തൊട്ടു. ഒരു വെളിച്ചം ചുറ്റി മിന്നി എന്ന വചനം പറയുന്നത്. 3 ദിവസം അവൻ്റെ കണ്ണുമങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും യഥാർത്ഥമായി അവൻ്റെ ഉള്ളിൽ പ്രകാശമടിച്ചത് ക്രിസ്തുവാരെന്നുള്ള ബോധ്യം അവൻ്റെ മുമ്പിൽ തുറന്നത് അന്നാണ്. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, കണ്ണുള്ളവർ പലതും കാണുന്നില്ല. ഹല്ലേലൂയ. അവർ കാണാത്തത് ദൈവത്തെക്കുറിച്ചതാണ്, അവർ അറിയാത്തത് ദൈവത്തെക്കുറിച്ചതാണ്. ഇന്ദ്രിയങ്ങളുടെ കാഴ്ചകൾ മങ്ങട്ടെ. ഇന്ന് പകല് നിങ്ങളുടെ ആത്മീയ കാഴ്ചകൾ പൊങ്ങട്ടെ. ഇന്ന് മുതൽ നിന്നെക്കുറിച്ചുള്ള വിളി തെളിഞ്ഞു വരട്ടെ. നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവ പദ്ധതി തുറന്നു വരട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ.